ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് ധ്യാനത്തിൻ്റെ 48-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് ദുഃഖവെള്ളി. കുരിശിലെ ത്യാഗത്തിലൂടെ ലോകത്തിന് പ്രത്യാശ നൽകിയ ദിനം. സ്വന്തം ജീവൻ നൽകി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച യേശുദേവൻ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ദിവസം. കാൽവരി കുന്നിലെ ആ കുരിശ് വെറുമൊരു മരണശിക്ഷയുടെ അടയാളമല്ല, മറിച്ച് ദൈവത്തിന് മനുഷ്യനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ വിളംബരമാണ്. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 47 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മത്തായി 26-ന്റെ 47 മുതൽ 56 വരെ. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ദൈവഹിതത്തോടുള്ള പരിപൂർണ സമർപ്പണം. മത്തായി 26-ന്റെ 53 യേശു ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം: എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗിയോനിലുമധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്ന്. യേശുവിന് സ്വർഗീയ ദൂതന്മാരുടെ സഹായം തേടാമായിരുന്നു. എന്നാൽ ദൈവഹിതം നിറവേറുന്നതിനാണ് യേശു മുൻഗണന നൽകിയത്. ദൈവിക പദ്ധതിയോടുള്ള പൂർണ്ണ വിധേയത്വമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതിബന്ധങ്ങൾ വരുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ താല്പര്യങ്ങളെക്കാൾ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുവാൻ വിധേയപ്പെടുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ഹിതമല്ല, പിന്നെയോ എൻ്റെ പിതാവിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. രണ്ടാമതായി, അക്രമത്തിനെതിരെയുള്ള യേശുവിൻ്റെ നിലപാട്. പത്രോസ് വാളെടുത്ത് ശത്രുവിനെ നേരിട്ടപ്പോഴുള്ള യേശുക്രിസ്തുവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. വാളെടുക്കുന്നവരൊക്കെ വാളാൽ നശിച്ചു പോകും എന്നതാണ് പത്രോസിൻ്റെ സമീപനത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണം. തിന്മയെ തിന്മ കൊണ്ടല്ല, മറിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങിക്കൊണ്ട് നേരിടണമെന്നാണ് യേശു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അക്രമം ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ലെന്ന സത്യം ഇതിലൂടെ വ്യക്തമാക്കുന്നു. അക്രമമല്ല വേണ്ടത്, പകരം ശാന്തതയും ആത്മനിയന്ത്രണവും അതിലുപരി ദൈവഹിതത്തോടുള്ള അനുസരണവുമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമതായി, ഏകാന്തതയിലെ ദൈവശക്തി. വചനം പറയുന്നത് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ്. കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ശിഷ്യന്മാർ പോലും അവസാന നിമിഷത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുള്ളവർ കൈവിട്ടാലും ദൈവിക ദൗത്യത്തിൽ നിലനിൽക്കാനുള്ള കരുത്താണ് യേശു കാണിച്ചു തരുന്നത്. ഒറ്റപ്പെട്ടപ്പോഴും യേശുവിന് കരുത്തായത് ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്. ഈ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിനെ ഒരുക്കുന്നതും ആ പ്രാർത്ഥനയാണ്. ഇതിലൂടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളെയും പ്രാർത്ഥനയിലൂടെ തരണം ചെയ്യാനാകും എന്ന ആഹ്വാനവും യേശു നൽകുന്നു. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദത്തവുമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരുമ്പോൾ ആ മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുവാനും കൂടുതലായി യേശുക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനും നമുക്കിടയാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.